മൂന്ന് കറി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സ്പേസ് ഇല്ല വെക്കാൻ. അതിനകത്ത് ഈ സ്പേസ് ഇല്ല വെക്കാൻ. അതൊന്ന് ഫ്രിഡ്ജിൽ പഴയ ചോറ് കഴിക്കത്തില്ലേ? കഴിക്കും. പഴയ ചോറ് കഴിക്കുമല്ലോ. കഴിച്ചോ. ഞങ്ങൾ ഫുഡ് ഉണ്ട്. ആ കഴിച്ചോ. ഇവിടെ റൈസ് ഉണ്ട്, ഇവിടെ ഫുഡ് ഉണ്ട്. റൈസ് വെച്ചാൽ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാതെ ഫുഡ് ഉണ്ട്. അത് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ രാവിലെ ഞങ്ങൾ വന്നപ്പോ പുഴുവിനെ കണ്ടു. ഏതില് കിച്ചൺ ക്ലീൻ ആയിരുന്നില്ല. പിന്നെ അത് സത്യം പറയണം, കള്ളം പറയേണ്ട ഒരാൾ നമുക്ക് ആവശ്യമില്ല. പക്ഷെ കിച്ചൺ പ്രോമിസ് ആയിട്ട് ക്ലീൻ ആയിരുന്നില്ല. ജെനുവിൻലി ഇവിടെ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല ഇന്നലെ. അഴക്കാണ് മിനിഞ്ഞാന്റെ അഴക്കാടുന്ന അത് മിനിഞ്ഞാന്റെ. അപ്പൊ അവർക്ക് അല്ല, പക്ഷെ കിച്ചൺ ടീമിന്റെ അതല്ലേ? അല്ല, പക്ഷെ ആഹാരം ഇതൊക്കെ ആഹാരത്തിന്റെ അതല്ലേ? ആരും കഴുകിയില്ല. സാധാരണ അങ്ങനെയാണ്. ഇന്നലെ എത്ര പേര്, മിഞ്ഞാന്ന് എത്ര പേര് കയറി കുക്ക് ചെയ്തു? ഒരുപാട് പേര് കുക്ക് ചെയ്തു. ഞാനെപ്പോ കയറി? ഞാൻ കയറിയായിരുന്നു രാത്രി. വെറുതെ എന്റെ പേര് പറഞ്ഞല്ലേ? ഞങ്ങൾ ഫസ്റ്റ് ഉറങ്ങിയത് മിനിഞ്ഞാന്ന്. രാത്രി കഴുകിയില്ലായിരുന്നു. അല്ല, രാത്രിയുടെ അല്ല പറയണത്. അപ്പൊ ചെയ്യണമായിരുന്നു. പക്ഷെ ചെയ്തില്ലെന്നേ. കിച്ചൺ ടീം മാത്രം ചെയ്യുള്ളൂ. നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണ ആരും ഉണ്ടാക്കി ക്ലീൻ ചെയ്യണം ഞങ്ങളുടെ അല്ല. അല്ല, ഇവൻ ചെയ്തായിരുന്നു. ഇത് ഇപ്പോഴല്ല ക്ലീൻ ചെയ്ത്. ഇന്നലെ അത്രയും വെസല് കിടന്നതൊന്നും പ്രശ്നമല്ല. ഇന്നലെ രാത്രി അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാ പോയത്. മനസ്സിലായോ? കണ്ണു തുറന്നു നോക്ക്. അവിടെ ഫുള്ള് ക്ലീൻ ആക്കിട്ടാ പോയത്. എന്നിട്ട് വളവള വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാണ്ട് എല്ലാത്തിനും ഒരു മറുവാക്കുണ്ടായിട്ട് കാര്യമില്ല. ഇന്നലെ ഫുള്ള് അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എല്ലാം ഞങ്ങൾ കഴുകി. ആൾക്കാർ ഇവിടെ കപ്സും കഴുകത്തില്ല, ബോൾസും കഴുകത്തില്ല, എല്ലാ പ്ലേറ്റ്സും ഞങ്ങളാണ് കഴുകിയത്. ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഓക്കെ, കിച്ചൺ മെമ്പറാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ക്ലീൻ ചെയ്ത്. നമ്മൾ ചെയ്തിട്ടില്ല. ഐ അക്സെപ്റ്റ് ദാറ്റ് മിസ്റ്റേക്ക്. ഇവിടുത്തെ സാധനങ്ങളാണ്. ഞങ്ങൾ ക്ലീൻ ചെയ്തോളായിരുന്നു. പുള്ളി ക്ലീൻ ചെയ്ത് മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് എനിക്കറിയാം. മിനിഞ്ഞാന്ന് ഇന്നലെ രാവിലെ എത്ര സമയമായി? ചായ പോലെ കിട്ടിയില്ല. ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചതാണ്. ഞാൻ കണ്ടു. ഞാൻ ചെയ്യുന്നതും കണ്ടു. ഇല്ലാതെ കുടിക്കണം. ഒരാൾ ചായ വെക്കുന്നത്. പഞ്ചസാര എല്ലാവരും കപ്പിൽ ഉണ്ടാക്കിയാണ് കുടിക്കുന്നത്. പഞ്ചസാര ഉള്ളപ്പോഴാണ് ചായ വേസ്റ്റ് ആയി പോകുന്നത്. ചായ വിളിച്ചു പറയണോ? വെറുതെ ജയിക്കാൻ വേണ്ടിട്ട് വാദമുഖങ്ങൾ ഉപയോഗിക്കരുത്. മനസ്സിലായോ? പലതവണയല്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞതിന് മുൻപ് ഇവിടെ എല്ലാവരും ചായ ഉണ്ടാക്കി എല്ലാ അംഗങ്ങൾക്കും കൊടുക്കണ്ടായിരുന്നു. എന്താ ബിന്നിക്ക് മാത്രം അത് കഴിയാത്തത്? ബാക്കി വന്ന് വേസ്റ്റ് ആയി പോകുന്നത് എന്റെ ബിന്നി വേസ്റ്റ് വരുന്നില്ല. വെറുതെ നോണ പറയല്ലേ, വെറുതെ പറയല്ലേ, നോണ പറയല്ലേ. പിന്നെ എന്തിനാണ് ഉണ്ട്? ചായ ബാക്കി വന്നിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ തന്നെ പറയണോ? വേസ്റ്റ് വന്ന് കളയാറുണ്ട്. കുടിക്കണില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കുടിക്കുന്ന ആൾക്കാർക്ക് കിട്ടാണ്ട് പോലെ ബാക്കി വന്നത് കളയാറുണ്ട്. അതന്നെ ചില ആൾക്കാർ കുടിക്കില്ല എന്ന് വെച്ചിട്ട് ഈ കുടിക്കുന്നവർക്ക് കുടിക്കും. പക്ഷെ കുടിക്കാത്തവരുണ്ട്. അത്ര എമൗണ്ട് വെച്ചിട്ട് ജനറലായിട്ട് ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. ഉണ്ടാക്കി തരുമെങ്കിൽ ഉണ്ടാക്കി തരാം. പക്ഷെ വേസ്റ്റ് ചെയ്യാൻ പറ്റും. ബിന്നി വേസ്റ്റിന്റെ കാര്യം പറയുന്നില്ലേ? ആ 2 ബൗള് എങ്ങനെ വേസ്റ്റ് ചെയ്തു? എത്ര ഫുഡാണ് വേസ്റ്റ് ചെയ്തത്? വേസ്റ്റിന്റെ കാര്യം പറയുന്നില്ലേ? ചായ വേസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നില്ലേ? എത്ര ചോറ്, രാവിലെ മുതൽ
അത് ഫ്രിഡ്ജ് വെക്കണ്ടായിരുന്നോ? ഫുഡ് തിരിച്ചു വെച്ചാൽ അതെല്ലാം ഇവിടെ കയറ്റി ഫ്രിഡ്ജിൽ പക്ഷെ അത് വേസ്റ്റ് ആയില്ലേ? റൈസ് യൂസ് ചെയ്യാം. പഴയത് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബില്ല് കാണിക്കണ്ടേ? അത് തുറന്നു വെച്ചിട്ട് അതിൽ ഈച്ചയും അതുപോലെ ഞാൻ രാവിലെ ഒന്ന് കണ്ടു. ജിസേലാണ് കാണിച്ചത്. ഞാൻ കണ്ടു എത്ര അഴുക്കായിരുന്നു. ഇന്നലെ കിച്ചൺ ഡ്യൂട്ടി ഇത് മിനിഞ്ഞാന്നിന്റെ വേസ്റ്റ് ആണ്. മിനിഞ്ഞാന്നിന്റെ വേസ്റ്റ് ആണ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യും. സമ്മതിച്ചു മതി. അത് മതി. ക്ലിയർ ചെയ്തില്ല. അത് മതി. സമ്മതി.